ഹായ് ഹലോ, സിജിയാണ് കേട്ടോ. കൊളിസിൻ കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എന്ന് പറയുന്നത് പ്രധാനമായും പറയുന്നത് ഒരാളെ കുറിച്ചാണ്. നമ്മൾ എല്ലാവരുടെയും വീട്ടിൽ നമ്മൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ മറ്റൊന്നുമല്ല, ഒരു പൂമരം. ഇനി പൂമരം എന്ന് പറഞ്ഞാൽ സ്ഥലമില്ലാത്തവർക്കാണ് ഇതിന് നല്ല ചട്ടിയിലൊതുക്കി മനോഹരമായി നമുക്ക് വളർത്തിയെടുക്കാം. ഇനി പൂമരം എന്ന് പറഞ്ഞാൽ വെറുതെ പൂക്കൾ മാത്രമുണ്ടെങ്കിൽ അത് പൂമരമാവോ? അതിന് നല്ല സുഗന്ധവും കൂടി വേണ്ടേ? എങ്കിൽ മാത്രമല്ലേ ആ ഒരു മരത്തിനെ നമ്മൾ പൂമരം എന്ന് വിളിച്ച് അതിന്റെ ഒരു എഫക്റ്റ് ഒക്കെ കിട്ടുകയുള്ളൂ. അതിമനോഹരമായ സുഗന്ധം എന്ന് വെച്ചാൽ നമ്മുടെ പണ്ടൊക്കെ പറയില്ലേ, നമ്മുടെ പാല പൂക്കുമ്പോൾ ഗന്ധർവൻ വരും എന്നൊക്കെ, അതുപോലെ ഗന്ധർവൻ വരുന്ന പോലത്തെ മണമുള്ള ഒരു പൂച്ചെടിയാണ് ഇന്നത്തെ നമ്മുടെ താരം. മറ്റൊന്നുമല്ല, മരമുല്ല എന്ന് വിളിക്കുന്ന പ്ലാന്റാണ്. മരമുല്ല എന്ന പ്ലാന്റിനെ നമ്മൾ മരമുല്ല എന്ന് വിളിക്കും, അതേപോലെ കാമിനി മുല്ല എന്ന് വിളിക്കും, ശ്രീലങ്കൻ മുല്ല എന്ന് വിളിക്കും. അങ്ങനെ ഒരുപാട് പേരുകളുള്ള ഒരു പ്ലാന്റാണ് ഇന്നത്തെ നമ്മുടെ താരം. ഈ പാല പൂക്കുമ്പോഴുള്ള മണമല്ലേ നമ്മുടെ മത്ത പിടിപ്പിക്കുന്ന ഒരു സുഗന്ധം, അതുപോലെ നമുക്ക് നല്ല മത്ത പിടിപ്പിക്കുന്ന തരത്തിലുള്ള സുഗന്ധമാണ് ഈ ഒരു പൂമരത്തിനുള്ളത്. ഇപ്പൊ അതേ നമ്മുടെ ഈ ഒരു പൂമരം നിറയെ പൂത്ത് കിടക്കുകയാണ്. അതിന്റെ ചുവട്ടിലായിട്ടാണ് ഞാനിപ്പോ നിൽക്കുന്നത്. നിറയെ പൂത്ത് കിടക്കുന്നത് കൊണ്ട് സുഗന്ധം കാരണം ഇവിടെ നിൽക്കാൻ വയ്യ, അത്രമാത്രം മത്ത് പിടിപ്പിക്കുന്ന മണത്തോട് കൂടിയതാണ് ഈ മരമുല്ല. ഈ ഒരു ചെടിയെ നമുക്ക് വെട്ടി ഒതുക്കി കുഞ്ഞു ചട്ടിയിൽ വളരെ നമുക്ക് ബോൺസായി പോലെ വളർത്തിയെടുക്കാൻ പറ്റും. ഇനി അതല്ല, നമ്മുടെ വീട്ടിന്റെ ലോണിലൊക്കെ നല്ല ഒരു മരച്ചെടിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ഇനി അതല്ല, നമുക്കൊരു വലിയ കൂറ്റൻ മരമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന അതിമനോഹരമായ ഒരു ചെടിയാണ് നമ്മുടെ മരമുല്ല അഥവാ ശ്രീലങ്കൻ മുല്ല. അതിന്റെ ഒരു സ്ട്രക്ചർ ഒക്കെ കണ്ടില്ലേ, ഇതുപോലെ നല്ലൊരു വെറൈറ്റി സ്ട്രക്ചറിലാണ് ഈ ഒരു മരത്തിന്റെ ഈ തടിയൊക്കെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് നല്ല ബോൺസായി ആയിട്ടൊക്കെ കുഞ്ഞു ചട്ടിയിലൊക്കെ സെറ്റ് ചെയ്ത് വളർത്തുകയും ചെയ്യാം. ഇപ്പൊ ഇതുപോലെ ഇത് ഫുള്ളായിട്ട് പൂത്ത് കിടക്കുകയാണ്. ഈ മരം മൊത്തത്തിൽ പൂത്ത് കിടക്കുകയാണ്. കണ്ടില്ലേ, ഇത് മൊത്തത്തിൽ ഇതുപോലെ ഇങ്ങനെ പൂത്ത് കിടക്കുകയാണ് ഈ മരം. കണ്ട, നിറഞ്ഞു പൂത്തിരിക്കുകയാണ്. കാറ്റടിക്കുമ്പോൾ ഫുള്ളായിട്ട് തറയിൽ മൊത്തം ഇതിന്റെ പൂക്കൾ വീഴുകയും ചെയ്യും. നല്ല സുഗന്ധവുമാണ്. ഇങ്ങനെ ഒരു മരം വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരുപാട് സാധനങ്ങളൊക്കെ മരത്തിൽ സെറ്റ് ചെയ്ത് വളർത്തുകയും ചെയ്യാം. നല്ല ഭംഗിയും നല്ലൊരു ഗ്രീനറിയൊക്കെ നിറച്ച് നമ്മുടെ ആ ഒരു ലോണൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിന്റെ നടുക്കായിട്ടൊക്കെ ഇതുപോലെ ഒരു മരമൊക്കെ വെച്ച് പിടിപ്പിച്ചാലും നല്ല ഭംഗിയായിരിക്കും. ഇനി അതല്ല, നമുക്ക് പോട്ടിൽ വേണമെങ്കിൽ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റുന്ന പ്ലാന്റാണിത്. എനിക്ക് പൊതുവെ ഇലച്ചെടികളോടാണ് ഇഷ്ടമെങ്കിലും എന്റെ വീട്ടിൽ ഇങ്ങനെ നിറയെ പൂത്തുമ്പിയും പൂമ്പാറ്റകളും ഒക്കെ വരുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ഇത് പൂക്കുന്ന സമയത്ത് ഇതിന്റെ ആ ഒരു മണം കാരണം നിറയെ പൂത്തുമ്പിയും പൂമ്പാറ്റകളും വണ്ടുകളും ഒക്കെ ഇതിന്റെ ആ ഒരു തേൻ കുടിക്കാനായിട്ട് വരും. ഇതിനെ നമ്മൾ മധുകാമിനി എന്നൊക്കെ വിളിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ ഇംഗ്ലീഷുകാർ ഇതിനെ ഓറഞ്ച് ജാസ്മിൻ എന്ന് വിളിക്കും. എന്താണ് ഈ ചെറിയ ഓറഞ്ച് ജാസ്മിൻ എന്ന് വിളിക്കുന്നതെന്ന് ഞാനിങ്ങനെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഓറഞ്ച് ഒക്കെ കായ്ക്കാൻ വേണ്ടി പൂക്കത്തില്ലേ, പൂക്കുന്ന സമയത്ത് അതിന്റെ ആ ഒരു സുഗന്ധവും ഇതിന്റെ പൂക്കൾ ഉണ്ടാകുന്ന സുഗന്ധവും സെയിം ആയതുകൊണ്ടാണ് ഇതിനെ ഓറഞ്ച് ജാസ്മിൻ എന്ന് വിളിക്കുന്നത്. ഈ ഒരു മരത്തിന്റെ പ്രൊപ്പഗേഷൻ, അതായത് ഈ ഒരു പൂമരത്തിന്റെ പ്രൊപ്പഗേഷൻ വളരെ സിമ്പിൾ ആണ്. ഇതിൽ നിറയെ പൂക്കളൊക്കെ കൊഴിഞ്ഞു കഴിയുമ്പോൾ ചുവന്ന കായ ഉണ്ടാവും. ആ കായന്റെ അകത്ത് ഒന്നോ രണ്ടോ സീഡുകൾ കാണും. അത് നമ്മൾ വെറുതെ മണ്ണിൽ പാകി കൊടുത്താലും പൊടിച്ചു വരും. ഇനി അതല്ല എങ്കിൽ ഇതിന്റെ സ്റ്റെമ്മ്, കുഞ്ഞ് വളരെ നേർത്തതായിട്ടുള്ള സ്റ്റെമ്മ് കട്ട് ചെയ്ത് വെച്ചാലും ഉണ്ടാകുമെന്ന് പറയുന്നു. ഞാനത് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. കാരണം ഇതിന്റെ ചുവട്ടിൽ തന്നെ ഇഷ്ടം പോലെ തൈകൾ ഇതിന്റെ സീഡ് വീണ് ഉണ്ടായി കിട്ടാറുണ്ട്. പിന്നെ ഇതിനെ പതി വെച്ച്, അതായത് നമ്മുടെ പിച്ചയൊക്കെ പതി വെച്ചെടുക്കില്ല, അതുപോലെ പതി വെച്ചും ഉണ്ടാക്കാറുണ്ട് ഇതിന്റെ തൈകൾ. പിന്നെ ഒത്തിരി ഇതുപോലെ ഏജ് ആയിട്ടുള്ള പ്ലാന്റിന്റെ അതേ ഒരു ക്യാരക്ടർ കിട്ടാൻ വേണ്ടി ഇതിനെ എയർ ലെയർ ചെയ്തിട്ടും തൈകൾ ഉണ്ടാക്കാറുണ്ട്. നഴ്സറിക്കാരൊക്കെ അങ്ങനെയും ഇതിന്റെ തൈകൾ ഉണ്ടാക്കാറുണ്ട്. ഇതില് കണ്ടില്ലേ, ഇതില് കായ നിൽക്കുന്നത്, ഇതുപോലെ ചുവന്ന കായ ഇതിൽ നിറയെ ഈ പൂക്കളുടെ ഇടയിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതിനെ നമുക്ക് പറിച്ചെടുത്തിട്ട് പാകി കൊടുക്കാം. രണ്ട് ഇതുപോലെ നിലത്തൊക്കെ ഇഷ്ടം പോലെ കായകൾ ഇതിന്റെ വീണ് കിടക്കും. കണ്ടില്ലേ, ഇതിനെ എടുത്ത് നമ്മൾ മണ്ണിൽ പാകി കൊടുത്താലും മതി, അത് പിടിച്ചോളും. ഈ മണ്ണിൽ വീഴുന്നെങ്കിൽ അത് അവിടെ കിടന്ന് തന്നെ പുതിയ തൈ ആവുകയും ചെയ്യും. നമുക്കിതാ ഈ ഒരു അടീനത്തിന്റെ ഇതിലായിട്ട് ഇതിനെ ഒന്ന് ഇട്ട് കൊടുക്കാം, അത് അവിടെ കിടന്ന് പിടിച്ചോളും. ഇതിൽ തന്നെ നേരത്തെ വീണ് കിടക്കുന്നതാണ്. അതിൻ്റെ അടിയിൽ വെച്ചിരിക്കുന്ന എല്ലാ ചട്ടികളിലും നോക്കിയാൽ ഇതുപോലെ തൈകളൊക്കെ പൊടിച്ച് നിൽക്കും. കാണിച്ചു തരാം. ഇത് രണ്ടും അതിൻ്റെ തൈയാണ്. അതേപോലെ ഇത് അതിൻ്റെ തൈയാണ്. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ ഇതുപോലെ വിത്തുകൾ വീണ് തന്നെ നമുക്ക് ഇഷ്ടം പോലെ തൈകൾ കിട്ടും.
ഈ ചട്ടിയിൽ നിൽക്കുന്ന ഈ ഒരു പ്ലാന്റും അതേപോലെ ഇതിൽ നിൽക്കുന്ന ഇത് രണ്ടും നമ്മൾ അതുപോലെ അതിൻ്റെ വിത്ത് വീണതിനെ എടുത്ത് ചട്ടിയിലാക്കി വെച്ചതാണ്. കണ്ടില്ലേ, അതിൻ്റെ ആ ഒരു ലീഫിൻ്റെ സ്ട്രക്ചറൊക്കെ നോക്കുമ്പോൾ ശരിക്കും നമ്മുടെ ആ ഒരു കറിവേപ്പിൻ്റെ ലീഫിൻ്റെ അതേ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ ലീഫൊക്കെ കാണുന്നത്. അപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് കറിയിലിടാനൊക്കെ എടുക്കും എന്നൊക്കെ പറയുന്നു. അതിനെക്കുറിച്ചൊന്നും നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഇതതിൻ്റെ ഡോർഫ് വെറൈറ്റിയാണ്. കണ്ടില്ലേ, ഇതിൻ്റെ ഇലയെ പോലെ അത്ര വലിയ ഇലയല്ല. ഇതിൻ്റെ ഇല നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ശരിക്കും നമ്മുടെ കറിവേപ്പിൻ്റെ ഇല പോലെയാണ്. ഇത് കുറച്ച് ഡോർഫ് വെറൈറ്റിയാണ്. ഇത് അധികം ഇതുപോലെ വലിയ മരമായിട്ടൊന്നും പോവില്ല. ഇതിനെ നമുക്ക് ചട്ടിയിലൊക്കെ പ്രൂൺ ചെയ്ത് വളർത്താം. ഇത് അതിൻ്റെ ഡോർഫ് വെറൈറ്റിയാണ്. ഇതിൽ നിറയെ പൂക്കളുണ്ടാകും. അത് നമുക്ക് വീട്ടിൽ അധികം സ്ഥലമൊന്നും ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ ഇതുപോലത്തെ ഈ ഒരു ഡോർഫ് വെറൈറ്റി മേടിച്ച് നടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് അധികം ഉയരത്തിലൊന്നും പോവാതെ നമുക്ക് ചട്ടിയിൽ ഒതുക്കി വളർത്തിയെടുക്കാൻ പറ്റും. നിറയെ പൂക്കളും ഉണ്ടാകും. ഇനി അത്യാവശ്യ സ്ഥലമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നമുക്കിത് ഇതുപോലത്തെ നമ്മുടെ സീഡൊക്കെ ഇട്ട് നമുക്ക് വളർത്തിയെടുക്കുകയും ചെയ്യാം. കണ്ടില്ലേ, അപ്പോൾ ഈ ഒരു ചെടി നന്നായിട്ട് പൂക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ചുവടൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് എല്ലുപൊടിയും ചാണകവും ഒക്കെ ഇട്ട് കൊടുത്താൽ മതി. നല്ല ഭംഗിയിൽ ഇത് പൂത്തോളും. ഇനി അതല്ല നമുക്ക് കെമിക്കൽ ഫെർട്ടിലൈസറൊക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് NPK 19 ഒക്കെ ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇനി അതല്ല കൂടുതൽ പൂക്കൾ വേണമെങ്കിൽ നമുക്ക് പൊട്ടാഷ്യവും ഫോസ്ഫറസും ഒക്കെ കൂടുതലുള്ള വളങ്ങൾ വാങ്ങി ഇട്ട് കൊടുത്താൽ മതി. ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. ഇനി ഈ ചെടിയുടെ മറ്റൊരു കാര്യം നിങ്ങൾക്കറിയാമോ? ഈ ചെടി വിദേശ രാജ്യങ്ങളിൽ പെർഫ്യൂം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാണിജ്യ അടിസ്ഥാനത്തിൽ വളർത്താറുണ്ടത്രേ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ വീട്ടിൽ പെർഫ്യൂം ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇതൊരെണ്ണം വാങ്ങി നട്ടോള് കിട്ടും. നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ മതി കുറച്ചൊക്കെ പെർഫ്യൂം അടിച്ചതുപോലെ സുഗന്ധം ഉണ്ടാകുമ്പോൾ ആളുകൾ ചോദിക്കുന്നത് ഏത് പെർഫ്യൂമാണെന്ന്. അപ്പൊ നമുക്ക് പറയാം മരമുല്ലയുടെ പെർഫ്യൂം ആണെന്ന്. എങ്ങനെയുണ്ട് ഐഡിയ? അപ്പോൾ നമ്മുടെ ഈ മരമുല്ലയെ കുറിച്ചുള്ള അഥവാ നമ്മുടെ കാമിനി മുല്ലയെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതിലേക്കും ബൈ ഫ്രം സിഗ്നി. താങ്ക് യു ഫോർ വാച്ചിങ്.